തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ അബ്ദുറഹ്മാൻ ടെലിഫോൺ ലൈനിലുണ്ട്. അബ്ദുറഹ്മാൻ, താങ്കളും ഈ സംഭവ സ്ഥലത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അറിയേണ്ടത് ഇനിയും ഈ ബസ്സിനുള്ളിൽ കൂടുതൽ യാത്രക്കാർ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതാണ്. ആ തരത്തിലേക്കുള്ള പരിശോധനയാണോ ഇപ്പോൾ നടക്കുന്നത്? അതെ, തീർച്ചയായിട്ടും 50ഓളം യാത്രക്കാരാണ് മുത്തപ്പമ്പുഴയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പുറപ്പെട്ട KSRTC ബസ്സിലുണ്ടായിരുന്നത്. അതിൽ ഏറെക്കുറെ എല്ലാവരെയും തന്നെ പുറത്തെടുത്തിട്ട് പല ഹോസ്പിറ്റലിലേക്കും മാറ്റിയിട്ടുണ്ട്. 1 or 2 പേർ ബസ്സിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരെ ക്രെയിൻ ഉപയോഗിച്ച് ബസ് കൂടുതൽ പൊക്കിയാൽ മാത്രമേ നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയുള്ളൂ. അങ്ങനൊരു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്രെയിൻ സർവീസ് ഇവിടെ ഉണ്ട്. അതോടൊപ്പം 33 ഫയർഫോഴ്സ് സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ഇത് അറിയാൻ വൈകിപ്പോയി എന്നൊരു സാഹചര്യം ഉണ്ട്. കാരണം ഇവിടെ അത്ര ജനവാസ കേന്ദ്രമല്ല, ഒറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അറിയാൻ വൈകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പുഴയിലേക്കാണ് ബസ് പൂർണ്ണമായിട്ടും മറിഞ്ഞത് എന്നതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ടാണ് അത് മറിഞ്ഞിട്ടുള്ളത്. ആ പാലം നേരത്തെ അപകടാവസ്ഥയിലുള്ള പാലവുമാണ്. ഏതായാലും 1 or 2 ആളുകൾ കൂടി ബസ്സിനകത്തുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് പൂർണ്ണമായിട്ടും ഇപ്പൊ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ബസ് പൊക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം അപകടാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ അത് എത്ര കാലമായിട്ട് അങ്ങനെ തുടരുന്നതാണ്? എന്താണ് അതിന്റെ പ്രശ്നം? ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് താങ്കൾ ഉൾപ്പെടെയുള്ളവർ പെടുത്തിയിട്ടില്ല? ഇപ്പൊ നിലവിൽ ഈ റോഡും ഈ പാലവും എല്ലാം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സമാന്തര പാത എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നടന്നു വരുന്നതിനിടയിലാണ് വർഷക്കാലം വന്നതുകൊണ്ട് തന്നെ പാലത്തിന്റെ നിർമ്മാണം നടക്കാൻ വൈകിപ്പോയതാണ്. ഇതിപ്പോൾ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ താങ്കൾക്കുണ്ടോ, താങ്കളുടെ പക്കലുണ്ടോ? അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവിടെ ജനവാസ കേന്ദ്രമല്ലാത്തത് കൊണ്ട് തന്നെ ദൃക്സാക്ഷികൾ വളരെ കുറവാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാരിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ 50 പേരിൽ ഒരാളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ല. അധികം ആളുകൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി. ആശുപത്രിയിലേക്ക് എത്ര പേരെ മാറ്റിയിട്ടുണ്ട് എന്നതിന്റെ കണക്കുണ്ടോ അബ്ദുറഹ്മാൻ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആംബുലൻസിലും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിലുമൊക്കെ ഈ യാത്രക്കാരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് വിവരങ്ങൾ കുറച്ചുകൂടി സമയമെടുത്ത് നമുക്ക് അറിയാൻ കഴിയും. ഒന്നാമത് ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ള സ്ഥലമാണ്. ഇതിങ്ങനെ അപകടം ഇതിനു മുൻപൊക്കെ ഉണ്ടാകുന്ന ഒരു ഇടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പാലം അപകടാവസ്ഥയിലായിരുന്നു എന്ന് പറയുമ്പോഴും മേഖലയല്ല ഇത്. പാലവും അതുപോലെ തന്നെ മുത്തപ്പമ്പുഴ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഒരു ഇറക്കം, അതായത് കുറച്ച് താഴ്ചയിലേക്കാണ് പാലമുള്ളത്. അതിന്റെ ഒരു പ്രശ്നവും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. നിയന്ത്രണം വിടാൻ കാരണമായിട്ടുള്ളതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ഈ 50 മുമ്പ് തന്നെ വാഹനം ബ്രേക്ക് ഇട്ടതായിട്ടുള്ള അടയാളങ്ങളും എല്ലാം റോഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 50 പേരാകെ ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനിയും ഒരുപക്ഷെ 1 or 2 പേർ ബസ്സിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന സംശയം, അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ അവിടെ തെരയുന്ന ആളുകളിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അത് ക്രെയിൻ ഉപയോഗിച്ച് ബസ്സിന്റെ വെള്ളത്തിൽ നിന്നുള്ള ഭാഗം പൊക്കിയാൽ മാത്രമേ നമുക്ക് അത് അറിയാൻ സാധിക്കൂ. അപ്പൊ അടിയന്തരമായി ചെയ്യേണ്ടത് അതാണ് എന്ന് തോന്നുന്നു. വെള്ളത്തിൽ നിന്ന് ബസ് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഈ വെള്ളത്തിൽ ബസ് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ പുഴയ്ക്ക് വലിയ ആഴമില്ല, പക്ഷെ കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ തരത്തിലേക്ക് പുഴയിലേക്ക് ആളുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യത നമുക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? കുറവാണ്. വെള്ളം നമുക്ക് അരക്കൊപ്പം വെള്ളം ഉണ്ടെങ്കിലും ഒഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി വല്ല കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. നന്ദി ശ്രീ കെ അബ്ദുറഹ്മാൻ. തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് പ്രതികരിച്ചത്. ഇപ്പോൾ 50 പേരുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് പഞ്ചായത്ത് അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗം പേരെയും രക്ഷപ്പെടുത്തി മുക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു നമ്മളോട് പറഞ്ഞത്. ഇനിയും ബസ്സിൽ 1 or 2 പേർ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊരു സംശയമുണ്ട്. അവർ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട്, അതായത് ബസ്സിന്റെ ഒരു ഭാഗം നിലവിലുള്ളത് പുഴയിലാണ്, അവർ വെള്ളത്തിൽ മുങ്ങിക്കിടപ്പുണ്ട് എന്നൊരു സംശയത്തിൽ ആ ഭാഗം ഉയർത്താനുള്ള ശ്രമം അത് വളരെ വേഗം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്കവിടെ ആ ഭാഗത്ത് ഇപ്പോൾ ക്രെയിൻ ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ബസ് ഉയർത്തുക എന്ന നടപടിയാണ് അവിടെ പുരോഗമിക്കുന്നത്. പുല്ലൂരാംപാറയിൽ, കോഴിക്കോട് പുല്ലൂരാംപാറയിലാണ് KSRTC ബസ് കാളിയാമ്പുഴയിലേക്ക് മറിഞ്ഞത്. ആളുകൾ പുഴയിലേക്ക് വീണിട്ടുണ്ട് എന്നൊക്കെയുള്ള സംശയമുള്ളത് കൊണ്ട് തന്നെ അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.